തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെ അധിക്ഷേപിച്ച സംഭവത്തിൽ കെഎസ്ആർടിസി ഡ്രൈവർ യദുവിനെതിരെ ഗുരുതര കണ്ടെത്തലുകളുമായി പോലീസ്. സംഭവ ദിവസം യദു ബസ് ഓടിച്ചത് 1 മണിക്കൂറിൽ കൂടുതൽ നേരം ഫോണിൽ സംസാരിച്ചുകൊണ്ടെന്ന് പോലീസ് കണ്ടെത്തൽ. ഇയാൾ നേരത്തെയും പല കേസുകളിൽ പ്രതിയായിരുന്നു എന്നതടക്കമുള്ള പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പോലീസ് കെഎസ്ആർടിസിക്ക് കൈമാറും. മേയർ ആര്യ രാജേന്ദ്രനെ അധിക്ഷേപിച്ച ദിവസം യദു ഫോണിൽ സംസാരിച്ചാണ് ബസ് ഓടിച്ചത് എന്നാണ് പോലീസ് കണ്ടെത്തൽ. തൃശൂരിൽ നിന്ന് യാത്ര തുടങ്ങി പാളയം എത്തുന്നതുവരെ യദു 1 മണിക്കൂർ 10 മിനിറ്റ് നേരം ഫോണിൽ സംസാരിച്ചാണ് ബസ് ഓടിച്ചത്. യാത്രക്കാരുടെ സുരക്ഷ പോലും നോക്കാതെയുള്ള ഗുരുതരമായ കുറ്റകൃത്യമാണ് ഇത്. യാത്രക്കിടെ ആകെ 10 മിനിറ്റ് മാത്രമാണ് വിശ്രമം ഉണ്ടായിരുന്നത്. കൂടാതെ താൽക്കാലിക ജീവനക്കാരനായി ജോലിയിൽ പ്രവേശിക്കുമ്പോൾ വിവിധ സ്റ്റേഷനുകളിലായി യദുവിനെതിരെ കേസുകൾ ഉണ്ടായിരുന്നുവെന്നും കണ്ടെത്തി. ഒരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയതിനും അശ്രദ്ധമായി വാഹനം ഓടിച്ചതിനുമായിരുന്നു കേസ്. ഇത് പരിശോധിക്കാതെയാണ് കെഎസ്ആർടിസി നിയമനം നടത്തിയതെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. ഇതടങ്ങുന്ന റിപ്പോർട്ടാകും പോലീസ് കെഎസ്ആർടിസിക്ക് നൽകുക. ഒപ്പം ബസ്സിലെ CCTVയിലുണ്ടായിരുന്ന മെമ്മറി കാർഡ് കാണാതായതിൽ ദുരൂഹതയുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മേയറുമായി തർക്കമുണ്ടായതിന്റെ തൊട്ടടുത്ത ദിവസം യദു തമ്പാനൂർ ഡിപ്പോയിൽ എത്തിയിരുന്നു. ഇത് എന്തിനായിരുന്നുവെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാർഡ് കാണാതായതിലെ യദുവിന്റെ പങ്കിനെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നു. തിരുവനന്തപുരം DCP ശേഖരിച്ച അന്വേഷണ റിപ്പോർട്ട് ഇന്നോ നാളെയോ കെഎസ്ആർടിസിക്ക് കൈമാറും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.